മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞു മരിച്ച രണ്ടുപേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒരുപാടുണ്ടെങ്കിലും ഒന്നും തന്നെ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത്. അപകടം തുടർക്കഥയാകുന്നതോടെ പ്രതിഷേധവും ശക്തമാണ്. മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ചുതെങ്ങ് സ്വദേശികളായ മൈക്കിൾ, ജോസഫ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും. വള്ളത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. മുതലപ്പുഴയിലെ ഇന്നത്തെ പ്രശ്നം മണലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് റോഡ് നിർമ്മാണത്തിനായി ആവശ്യവും ഇതേ മണൽ തന്നെയാണ്. ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ 77 മരണമായിരുന്നു. ഇപ്പോൾ അത് 79ആയി. ഈ ഭരിക്കുന്ന സർക്കാരുകളാണ്. അവർ പല വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് അടിയൊഴുക്ക് ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ശക്തമായിട്ട് നിൽക്കുന്ന അടിയൊഴുക്കിൽ മണ്ണുകൾ ഇവിടെ വന്ന് കൂടും. ആ മണ്ണുകൾ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് റിപ്പോർട്ടുകൾ പോകുന്നുണ്ട്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഹാർബർ ഡിപ്പാർട്ട്മെന്റ് ഇതിനൊരു പരിഹാരം കാണാതെ എന്തോ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ പിറന്തള്ളുന്ന രീതിയിലാണ് അവരുടെ പോക്ക്. അതുകൊണ്ടാണ് മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് നടത്തിയാലോ എന്നൊരാലോചനയിലേക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എത്തിയത്. എന്നാൽ ആലോചനകൾ നടക്കുന്നതല്ലാതെ നടപടികൾ ഉണ്ടാകുന്നില്ല. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തു നിന്നും മുതലപ്പുഴയിലെത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജറാണിത്. കഴിഞ്ഞ 3 മാസമായി ഇതിവിടെ എത്തിച്ചിട്ട്. എന്നാൽ സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ച് 5 ദിവസം കൂടി തികച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഡ്രഡ്ജർ. മുതലപ്പുഴയിൽ ഇതുവരെ 79 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടന്നവരും നിരവധിയാണ്. വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായവരും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അന്ന് നേതൃത്വം കൊടുത്ത ഇയും എക്സിയും എന്ന് പറഞ്ഞാൽ അനിൽ മാത്യുവും എന്ന് പറഞ്ഞാൽ അനിൽകുമാർ, ഇവർ രണ്ടുപേരും അവരുടെ ധാർഷ്ട്യം കാണിച്ചതിൻ്റെ ഫലം, അവർ നടത്തിയ അവരുടെ ധാർഷ്ട്യത്തിൻ്റെ ഫലമാണ് ഇപ്പോഴും 2 ജീവൻ ഇന്നലെ ബലിയായത്. കൂടാതെ കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം 14ഓളം അപകടങ്ങളാണ് ഈ മുതലപ്പുഴ അഴിമുഖത്ത് ഈ മണൽത്തിട്ടയിൽ ഇടിച്ചുണ്ടായിരിക്കുന്നത്. മുതലപ്പുഴയിൽ ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തും. ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ സർക്കാർ പുതിയ പദ്ധതിയുമായി വരും. പക്ഷേ നാളിതുവരെ യാതൊരു പദ്ധതിയും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാകുന്നത്. ജനം, തിരുവനന്തപുരം.